സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കോടാലി എന്ന് പറയുന്ന സ്ഥലത്ത് ആൽജോ എന്ന് പറയുന്ന ഒരു 8 വയസ്സുള്ള മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. ഇന്നലെ തന്നെ ആ വാർത്ത കണ്ടു. മനസ്സിൽ വലിയ വിഷമം തോന്നി. പാഠഭേദത്തിൽ ആ വിഷയം ചർച്ച ചെയ്യേണ്ട എന്നാണ് ആദ്യം ഓർത്തത്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വാവാ സുരേഷിന് പാമ്പ് കടിയേറ്റ സമയത്തൊക്കെ ആ ഒരു സംഭവമായിട്ടുള്ള ബന്ധത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്തതാണ്. ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ നമ്മൾ പറയുന്നു. പക്ഷേ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വാർത്തകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ, നമ്മുടെ പരാതികൾ ബധിരകർണങ്ങളിലാണ് എത്തുന്നത് എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. ആവർത്തിക്കണ്ട എന്നോർത്തു. എത്ര പറഞ്ഞാലും ശരിയാകില്ലല്ലോ എന്നോർത്തു. നമ്മുടെ കെ പി യോനാചാൻ പണ്ട് എഴുതിയ 100ാമത്തെ പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏൻ ഓതി ഓതി, ബാക്കി നമുക്കറിയാം, പിള്ള കിറിഞ്ചി കിറിഞ്ചി. അതായത് എത്ര നമ്മൾ ഇങ്ങനെയുള്ള സാമൂഹിക വിഷയങ്ങളിൽ നമ്മളെത്ര പറഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ കൊണ്ടാണ് വേണ്ട എന്ന് ഓർത്തത്. എന്നാൽ ഇന്ന് പിന്നെയും ഒരു വാർത്തയോടെ കിട്ടു. അതായത് ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന ദിവസം 3 മണിക്ക് ഈ ആൽജോയുടെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. പിന്നെയും അതേ വീട്ടിൽ വെച്ച് തന്നെ ഒരു ശംഖുവരയൻ കുഞ്ഞിനെ കണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആൽജോയെ അവൻ്റെ ചേട്ടനെ കടിച്ച് അതേ വലുപ്പമുള്ള ഒരു ശംഖുവരയൻ കുഞ്ഞ്. കഥ നമുക്കറിയാമല്ലോ. തലവണയ്ക്ക് അകത്തു നിന്ന് അല്ലെങ്കിൽ അടിയിൽ നിന്ന് ഒരു ചെറിയ ശംഖുവരയൻ കുഞ്ഞിനെ കിട്ടിയത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ കടിച്ചത് ഒരു പാമ്പാണെന്നുള്ളത് പോലും ബോധ്യമായത്. ചെറിയ കുഞ്ഞാണ് കേട്ടോ. ഒരു ചെറിയ ഭരണിക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ അകത്ത് ഒതുങ്ങിക്കൂടി കിടക്കുന്ന ചെറിയ കുഞ്ഞ്. രണ്ടാമത്തെ ഒരു പാമ്പിനെ കൂടെ അവിടെ കണ്ടെത്തിയപ്പോൾ വളരെ ഉഗ്രവിഷമുള്ള ഒരു വർഗ്ഗമാണ് ഈ ശംഖുവരയൻ എന്ന് പറയുന്നത്. ക്രൈറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ പാമ്പ് 2 കുഞ്ഞുങ്ങളെ ഒരുപോലെ ആ സ്ഥലത്തു നിന്ന് കിട്ടിയതിൻ്റെ അർത്ഥം ആ അടുത്ത സ്ഥലങ്ങളിലെവിടെയോ പാമ്പ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇനിയും മറ്റാർക്കെങ്കിലും കടിയേൽക്കാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലെ ഈ പാമ്പുകളെ ഇപ്പോൾ അതിഥികളായിട്ടാണ് കാണുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ വാർത്ത, അതായത് പിന്നെയും ഈ വീട്ടിൻ്റെ പരിസരത്തിൽ പാമ്പിനെ കണ്ടുവെന്ന വാർത്ത കണ്ടപ്പോൾ ഞാൻ 1-2 വാർത്തകൾ കൂടെ ഇതിനോടനുബന്ധിച്ചുള്ള ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, കാരണം അതേ വീടിൻ്റെ പരിസരത്ത് നിന്ന് പിന്നെയും പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ വാർത്ത സത്യമാണോ എന്നറിയാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് നമ്മുടെ വാവാ സുരേഷിൻ്റെ ഒരു വീഡിയോ കണ്ടത്. വാവാ സുരേഷ് നമുക്കറിയാം, കേരളത്തിലെ അറിയപ്പെടുന്ന പാമ്പ് സ്നേഹിയാണ്. പാമ്പുകളെ അതിഥി എന്ന ഓമനപ്പേരിട്ട് വിളിച്ച് അങ്ങനെ അതിഥികളെ പരിചയപ്പെടുത്തി അതിഥികളോട് മലയാളത്തിലുള്ള മലയാളക്കാർക്കൊരു സ്നേഹമൊക്കെ ഉണ്ടാക്കിയ ആളാണ് വാവാ സുരേഷ്. അപ്പോൾ വാവാ സുരേഷ് ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധത്തിൽ കുറേ കാര്യങ്ങൾ കണ്ട ഒരു വീഡിയോ പറയുന്നു. നല്ല നിർദ്ദേശങ്ങളൊക്കെയാണ് പറയുന്നത്. വാവാ സുരേഷിന് വലിയ വിഷമം തോന്നി. ഈ കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. നല്ല കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. കട്ടിൽ ഭിത്തിക്ക് ചേർത്തിടരുത്, ഒരു 6 ഇഞ്ച് ദൂരമേലും വേണം. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ വിറകുകളോ മറ്റോ കൂട്ടി വെക്കരുത്. പിന്നെ ചെടിച്ചട്ടികൾ വെക്കുന്നതിനെക്കുറിച്ച് വലിച്ചു വാരി സാധനങ്ങളിട്ട് പാമ്പിന് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കരുത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ജനലുകൾ തുറന്നിട്ട് ഉറങ്ങുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. ഈ മോൻ മരിച്ച ആ ഒരു സംഭവത്തിൽ ആ വീട്ടിൽ ചൂടായതുകൊണ്ട് ജനൽ തുറന്നിട്ട് ഉറങ്ങിയതെന്ന് പറയുന്നു. മാത്രമല്ല വീട്ടിലേക്ക് മുന്തിരിവള്ളികൾ പടർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന വിവരങ്ങളാണ്. അപ്പോൾ അതൊക്കെ പാമ്പ് കയറി വരുവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. എന്താണെങ്കിലും വാവാ സുരേഷ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ എനിക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഈ വാവാ സുരേഷിൻ്റെ പ്രോഗ്രാംസ്
അതിഥി എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാംസ്. പണ്ടൊക്കെ അദ്ദേഹം ഈ പുള്ളി എടുത്ത് ഉമ്മ കൊടുക്കുമായിരുന്നു അല്ലേ. അങ്ങനെ വളരെ വിനാശകാരിയാകുന്ന ഒരു ക്ഷുദ്രജീവിക്ക് ഒരു നല്ല പേരും ഐഡൻറ്റിറ്റിയും ഒക്കെ കൊടുക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് വാവാ സുരേഷ്. അദ്ദേഹം ചെയ്യുന്ന സാമൂഹിക സേവനത്തെ ഒന്നും നമ്മൾ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ക്ഷുദ്രജീവിയെ ക്ഷുദ്രജീവിയായിട്ട് തന്നെ കാണണമെന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നൊരു കാര്യം, വന്യമൃഗജീവികളുടെ ആക്രമണം ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ആന ഇറങ്ങുന്നു, വേറെ ഒരിടത്ത് കുരങ്ങ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട പാസ്റ്ററുടെ വീട്ടിൽ കുരങ്ങ് കയറി കാണിച്ച അതിക്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട് കഴിഞ്ഞിടയ്ക്ക് പുതുക്കി പണിയുന്ന ഒരു വീഡിയോയൊക്കെ എനിക്ക് കിട്ടുവാനിടയായി തീർന്നു. വീടൊക്കെ ഒന്ന് പുതുക്കി പണിതെന്ന് ബന്ദോബസ്താക്കിയാൽ കുരങ്ങിനും കയറത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ചിലയിടത്തൊക്കെ കാട്ടുപന്നി ശല്യമാണ്. ഞാനിപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം പുനലൂർ എൻ്റെ വൈഫ് ഹൗസിൽ 2 ദിവസം ഒന്ന് താമസിച്ചു. അപ്പോൾ എൻ്റെ ഒരു ശീലമാണ് നടക്കാൻ പോകുക എന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് മല കയറി ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. കാരണം ശരീരത്തിന് ഒരു ബലമൊക്കെ കിട്ടുമല്ലോ. എല്ലാ ദിവസവും നടക്കും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യും, വ്യായാമം ചെയ്യും. അത്യാവശ്യം നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടർമാനമായിട്ട് ഞാൻ ചെയ്യും. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഞാനത് മുടക്കത്തില്ല. ഗൾഫിൽ പോകുന്ന സമയത്തും നടക്കാനുള്ള സമയം ഞാൻ നടക്കാൻ വേണ്ടി പോകും. അല്ല, അമേരിക്ക സന്ദർശിച്ച സമയത്തും ഞാൻ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇറങ്ങി 1 മണിക്കൂർ നടക്കാറുണ്ടായിരുന്നു. വഴി കാണുന്ന സായിപ്പുമാരോടൊക്കെ ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ശീലം എനിക്കുണ്ട്. കേരളത്തിൽ ചെല്ലുമ്പോഴും ഞാൻ കിട്ടുന്ന സമയം നടക്കും. അപ്പോൾ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. പുനലൂരിലെ മലമ്പ്രദേശത്തെ ആ ഒരു ഒറ്റയടിപ്പാതയിലൂടെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ നടക്കാൻ പോയെന്നറിഞ്ഞപ്പോൾ എൻ്റെ മദർലോയ്ക്ക് വലിയ പേടി. സാൻഡിയോട് ചോദിച്ചു എവിടെ പോയി? അപ്പോൾ കുറച്ച് നടക്കാൻ പോയി. അയ്യോ എളുപ്പം വിളിച്ചു വരുത്ത്, കാരണം സന്ധ്യ മയങ്ങിയത് കൊണ്ട് ആ വഴിയിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, പന്നി ഉണ്ടെന്നാണ് പറയുന്നത്. ആരാണ്ടൊക്കെ പന്നി കുത്തിയെന്ന്. ഞാൻ വിവാഹം കഴിച്ചു ചെന്ന നാട്ടിൽ പണ്ടൊന്നും അങ്ങനെയുള്ള പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം അവിടെയുള്ള റബ്ബർ തോട്ടങ്ങളിലൊക്കെ പന്നി ഒളിച്ചിരിപ്പുണ്ടെന്ന്, ഇടവഴിക്കൂടൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വന്ന ആളുകളെ കുത്തുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ പുനലൂർ പോലും ഇറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു ദേശമായിട്ട് കാട്ടുപന്നി ശല്യം കൊണ്ട് മാറിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ. പിന്നെ വിചിത്രമായിട്ടൊരു കാര്യം, പുനലൂർ അടുത്ത സമയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മയിലിനെ കാണാം. പണ്ട് ഈ വന്യമൃഗ സങ്കേതങ്ങളിലൊക്കെ പോയിട്ട് മയിലിനെ കാണുമ്പോൾ വലിയ ആകാംക്ഷയായിരുന്നു. മയിൽ നിൽക്കുന്നു, പ്രത്യേകിച്ച് മയിലിങ്ങനെ ആടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പീലിയൊക്കെ വിടർത്തി നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അതിനുവേണ്ടി തിരുവനന്തപുരത്തും മൃഗശാലയിൽ പോയി കണ്ട കഥയൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പം പക്ഷേ ട്രിവാൻഡ്രത്തൊന്നും പോകണ്ട, നമ്മുടെ മുറ്റത്തു നിന്ന് മയിൽ നിൽക്കുക. ഈ പുനലൂര് നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞത് സ്ഥിരമായിട്ട് മയിൽ വരികയാണ്. അപ്പം മയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആരോ പറഞ്ഞൊരു വാർത്തയാണ് കേട്ടോ, മയിൽ വന്നത് പിന്നെ പറമ്പുകളിൽ ചേരയെ കാണാനില്ലെന്ന്. കാരണം ഈ പുള്ളി പിടിക്കും, മയിൽ പാമ്പിനെ പിടിക്കുന്നതാണ്. എനിക്കറിയത്തില്ല ശംഖുവരനെയും മൂർഖപ്പാമ്പിനെയൊക്കെ മയിൽ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചേരകളെ കാണാനില്ല എന്ന് ഒരു സാക്ഷ്യം നമ്മുടെ ചില ആളുകൾ പുനലൂർ ചെന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ കേരളത്തിൻ്റെ നാട് ശരിക്കും കാടായി മാറിയിരിക്കുകയാണ്. മയിലും ഈ പറഞ്ഞതുപോലെ ശംഖുവരനും ഒക്കെ ഉള്ള നാടായിട്ട് മാറിയിരിക്കുന്നു. ഈ മോന് കടിയേറ്റ ശേഷം ഇന്ന് സാൻഡിയുടെ ചേട്ടത്തിയും കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ചേട്ടത്തിയമ്മാമ്മ പറഞ്ഞു, ഗൾഫിൽ നിന്ന് നാട്ടിൽ തിരിച്ചു വന്ന് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയതാണ്. ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. വീടിൻ്റെ പുറകിൽ കരിയിലൊക്കെ കൂടി കിടന്നെടുത്ത് പണിക്കാർ വൃത്തിയാക്കുമ്പോൾ അതിനകത്തുനിന്നൊരു ശംഖുവരൻ ചാടി വന്നു. ഭാഗ്യത്തിന് പണിക്കാരനെ കടിച്ചില്ല, ദൈവാധീനമെന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലായിടത്തും ഇങ്ങനെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. പാമ്പ്, കുരങ്ങൻ, പിന്നെന്താണ് പന്നി, ആന, ഇതൊക്കെ വിഹരിക്കുന്ന സ്ഥലമായി കേരളത്തിലെ പല സ്ഥലങ്ങളും മാറിയിരിക്കുന്നു. നാട് കാടായി മാറിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ അത് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് കയറി വന്നിട്ടും പെറ്റുപെരുകിയിട്ടും ഈ ഗവൺമെൻറ്, അതേത് ഗവൺമെൻറ് ആയാലും ഇതിനെ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ മനുഷ്യവാസസ്ഥലങ്ങളിലേക്ക് കയറി ആക്രമണം ചെയ്യാതിരിക്കാനുള്ള നടപടികൾ ചെയ്യുന്നില്ല. വാവാ സുരേഷിനെ പോലുള്ളവർ അതിഥികളെ പിടിച്ചിട്ട്
കാട്ടിക്കൊണ്ടുവിടും. ഈ അതിഥി കുറേ കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വഴിയിൽ ആ നാട്ടിൽ അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ ചെല്ലും. ഇപ്പോൾ ആളുകൾ പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഇങ്ങ് വരുമെന്ന്. അതിഥികൾ നാട്ടിൽ നിന്ന് കാട്ടിലെത്തിയിട്ട് അവിടെ പെറ്റി വരികയിട്ട് കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട് നീളെ പിന്നെയും തിരിച്ചിറങ്ങി നടക്കുകയാണ്. ഈ വാവാ സുരേഷിൻ്റെ വീഡിയോയുടെ താഴെ തന്നെ എല്ലാ ആളുകളും ഇട്ടിരിക്കുന്ന കമൻറ്റ്, ഈ കൗമുദി TV-യുടെ വീഡിയോയുടെ താഴെ എല്ലാവരും ഇട്ടിരിക്കുന്ന കമൻറ്റ്, അടുത്ത ദിവസം തൊട്ട് ഇതിനെ പിടിച്ച് കാട്ടി വിടാതെ തല്ലിക്കൊല്ലണം. സുരേഷ് സമ്മതിക്കുമോ? സുരേഷ് ഉമ്മ കൊടുക്കുന്ന സാധനമല്ലേ? സുരേഷ് പാല് കൊടുത്ത് വളർത്തുന്ന സാധനമല്ലേ? സുരേഷിന് അതിഥിയാണിത്. ഭയങ്കര സ്നേഹമാണ്. സ്നേഹിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തിരിച്ചിറങ്ങി നാട്ടുകാരെ കടിക്കത്തക്കവണ്ണം ഇതിനെ നമ്മുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന തരത്തിലുള്ള റിലീസുകളൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഗവൺമെൻറ്റിൻ്റെ വലിയ ഉത്തരവാദിത്വമുണ്ട്. വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടാക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തണം, ആ വനങ്ങളുടെ അതിരുകൾ വിട്ട് ഈ മൃഗങ്ങൾ വെളിവരുവാൻ പാടില്ല. അതിനുള്ള ഫെൻസിങ്ങും വേലികളും ഒക്കെ ഉണ്ടാക്കിയേ മതിയാകത്തുള്ളൂ. മനുഷ്യൻ്റെ അധിവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ ഈ പറഞ്ഞ ആ കുഞ്ഞിനെ കടിച്ചു കൊന്നതുപോലെ അതിഥി വന്ന് കുഞ്ഞിനെ കടിച്ചു കൊന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ അതെങ്ങനെയാണ് ന്യായീകരിക്കുവാൻ കഴിയുന്നത്? ഈ പറഞ്ഞ അതിഥി എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ ക്ഷുദ്രജീവികൾക്കാണോ വില? അതോ മനുഷ്യനാണോ? അതോ മനുഷ്യനാണോ വില എന്ന് സ്വബുദ്ധിയോടുകൂടെ ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെയുള്ള വന്യജീവികളെയും പിന്നെ ഓന്തിനെയും പാമ്പിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സ്നേഹിക്കാം, കുഴപ്പമൊന്നുമില്ല. അവർ സ്നേഹിച്ചോട്ടെ, പ്രിസർവ് ചെയ്തോട്ടെ, സംരക്ഷിച്ചോട്ടെ, ഇതിനൊന്നും കുഴപ്പമില്ല. അതിനൊക്കെ നിയമങ്ങളുണ്ടാക്കിയോട്ട് കുഴപ്പമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ സുരക്ഷയും കൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ കയറി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാമ്പിനെ അടിച്ചു വന്നാൽ അതിൻ്റെ പേരിൽ പിന്നെ കേസും പുക്കാറും. ആളെ കടിച്ചു വന്നാൽ പാമ്പിനെതിരെ കേസൊന്നും എടുക്കത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ വനംവകുപ്പിനെതിരെ കേസെടുക്കണം. കാരണം വനംവകുപ്പിന് ഒരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ആളുകളെ അറസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പന്നിയെ കൊന്നോ അല്ലെങ്കിൽ പാമ്പിനെ കൊന്നോ എന്നൊക്കെ പറഞ്ഞ് കേസെടുത്ത് അകത്തിടുന്ന വനംവകുപ്പ് ഇങ്ങനെയുള്ള മരണങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് ഏറ്റെടുക്കണ്ടേ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഞാനങ്ങ് പ്രേക്ഷകരുടെ മുമ്പിൽ പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്. പറയണ്ട എന്ന് കണ്ടതാണ്. പക്ഷേ പാമ്പിനെ ഉമ്മ കൊടുക്കുന്നവരും അതിഥി എന്ന് വിളിക്കുന്നവരും സ്നേഹിക്കുന്നവരും അവർ മുന്നിൽ നിന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മരണത്തെക്കാട്ടിലും വലുത് ഈ പറഞ്ഞ പാമ്പിനെയും പല്ലിയെയും പാറ്റയും ഒക്കെ സംരക്ഷിക്കുന്നതാണ് വലുതെന്ന് കണ്ട് പ്രസ്താവനകൾ നടത്തുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പാഠഭേദത്തിലൂടെ അങ്ങ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം ഇതിനു മുമ്പും വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അന്ത്യകാല ലക്ഷണമാണ്. വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള ഭയം മനുഷ്യൻ്റെ മേൽ വരുമെന്ന് വേദപുസ്തകത്തിലെ പ്രവചനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ ബുദ്ധിയില്ലായ്മയൊക്കെ മനുഷ്യൻ തന്നെ കാണിക്കുന്നത്. വന്യജീവികളെ പെറ്റുവരുവാൻ അനുവദിച്ചിട്ട് അത് മനുഷ്യവർഗത്തിന് തന്നെ ഭീഷണിയായിത്തീരുന്ന ഒരു നിലയിലേക്ക് എത്തിയത് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് പാഠഭേദത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.